ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആയുസ്സോടെയും ആരോഗ്യത്തോടെയും ഒരു പുതിയ വിശുദ്ധ ദിവസത്തിലേക്ക് കൂടെ പ്രവേശിക്കുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഈ ദിവസത്തെ നമ്മുടെ വായന ഭാഗം യെശയ്യാ പ്രവചനം 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി സെഫന്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. കൂശിയുടെ മകനായ സെഫന്യാവിനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. സെഫന്യാവ് യെരുശലേമിൽ പാർത്തിരുന്ന ഒരു രാജവംശജനായ പ്രവാചകനായിരുന്നു. യഹോവ സംരക്ഷിച്ചു എന്നതാണ് സെഫന്യാവ് എന്ന പേരിൻ്റെ അർത്ഥം. ഈ പേരിൽ 4 വ്യക്തികൾ വേദപുസ്തകത്തിൽ കാണപ്പെടുന്നു. ചെറിയ പ്രവാചകന്മാരിൽ 9ാമത്തെ സ്ഥാനമായിരുന്നു സെഫന്യാവിന് ഉണ്ടായിരുന്നത്. എന്നാൽ യെശയ്യാവിനും മീഖായ്ക്കും ശേഷം യെരുശലേമിൽ മുഴങ്ങിയ അതിശക്തമായ പ്രവാചക ശബ്ദമായിരുന്നു സെഫന്യാ പ്രവാചകൻ്റേത്. സെഫന്യാ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നതനുസരിച്ച്, ഹിസ്കിയാവിൻ്റെ മകനായ അമര്യാവിൻ്റെ മകനായ ഗദല്യാവിൻ്റെ മകനായ കൂശിയുടെ മകനായിരുന്നു സെഫന്യാവ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതിൽ കൂടുതൽ വിവരങ്ങളൊന്നും പ്രവാചകനെക്കുറിച്ച് നമുക്ക് ലഭ്യമല്ല. സെഫന്യാവ് ദൈവക്രോധത്തിൻ്റെ വ്യാഖ്യാതാവും രാജ്യങ്ങളുടെ മേലുള്ള ശിക്ഷയുടെ അറിയിപ്പുകാരനും മനം തിരിയുന്ന ശേഷിപ്പിൻ്റെ സംരക്ഷണം പ്രഖ്യാപിക്കുന്നവനും ആയിരുന്നു. എന്നാൽ പ്രവാചകൻ്റെ ജീവിതവും സന്ദേശവും എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സെഫന്യാ പ്രവാചകൻ്റെ ജീവിത പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. BC 7-ാം ശതകത്തിൻ്റെ ഉത്തരാർദ്ധത്തിൽ പ്രവാചകൻ ജീവിച്ചിരുന്നതായി കരുതുന്നു. ഹിസ്കിയ രാജാവിൻ്റെ വംശപരമ്പരയിലായിരുന്നു പ്രവാചകൻ ജനിച്ചത്. യോശിയ രാജാവിൻ്റെ നവീകരണ പരിപാടികൾ ആവിഷ്കരിക്കുന്നതിന് മുമ്പായി തന്നെ സെഫന്യാ പ്രവാചകൻ പ്രവർത്തന നിരതനായിരുന്നു. ആമോസ്, യെശയ്യാ പ്രവാചകന്മാരുടെ സന്ദേശം സെഫന്യാ പ്രവാചകനെ ഏറെ സ്വാധീനിച്ചിരുന്നിരിക്കാമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. നഹൂം പ്രവാചകൻ സെഫന്യാ പ്രവാചകന്റെ സമകാലികനും ആയിരുന്നു. യഹോവയുടെ ശത്രുക്കൾക്കെതിരായി അന്തിമ വിജയം പ്രഖ്യാപിക്കുന്നതിൽ പ്രവാചകൻ ജാഗരൂകനായിരുന്നു. രാജകീയ പശ്ചാത്തലത്തിൽ ജനിച്ചു വളരുവാൻ ഇടയായതിനാൽ അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസവും ലഭിച്ചിരിക്കാമെന്നും കരുതുന്നുണ്ട്. അതിനാൽ അരമന സംബന്ധമായ അറിവും പ്രഭു കുടുംബങ്ങളിലെ അസന്മാർഗിക ജീവിത രീതികളും പ്രവാചകൻ ഗ്രഹിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ സങ്കര വിശ്വാസം പ്രബലപ്പെട്ടിരുന്നു. അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവം പല ദൈവങ്ങളിൽ ഒന്നു മാത്രം എന്ന് കരുതുന്ന ഒരു പ്രവണത അക്കാലത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ഈ അഭിപ്രായത്തെ ശക്തമായി എതിർക്കുവാൻ സെഫന്യാ പ്രവാചകന് സാധിച്ചു. രണ്ടാമതായിട്ട് പ്രവാചകൻ നൽകിയിരുന്ന സന്ദേശം എന്തായിരുന്നു എന്ന് നോക്കാം. യഹോവയുടെ മഹാദിവസം ആസന്നമാണ്. ആമോസ്, യെശയ്യാ പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ യഹോവയുടെ ദിവസം ഇസ്രായേലിൻ്റെ ശിക്ഷാ ദിവസമാണെന്ന് സെഫന്യാ പ്രവാചകൻ പ്രവചിക്കുകയുണ്ടായി. ആ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ യഹൂദായ്ക്കും മറ്റു ജനതകൾക്കും ഒരുപോലെ ഭവിക്കും എന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് എല്ലാവരുടെ മേലും ഒരുപോലെ ന്യായവിധിയും ഉണ്ടാകും. അതിനാൽ ആത്മതപനം ചെയ്യുവാനാണ് പ്രവാചകൻ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന സന്ദേശം. ഇതിലൂടെ ഇസ്രായേലിൻ്റെ ആത്മാർത്ഥമായ ഏകാഗ്രമായിട്ടുള്ള മാനസാന്തരമായിരുന്നു സെഫന്യാ പ്രവാചകൻ ആഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ ന്യായവിധി കഴിയുമ്പോൾ ഒരു ശേഷിപ്പ് ഉണ്ടാകും. ദൈവത്തിൻ്റെ ക്രോധ അഗ്നിയിൽ യഹൂദായും മറ്റു ജാതികളും ശുദ്ധീകരിക്കപ്പെടും എന്ന് പ്രവാചകൻ വളരെ ശക്തമായിട്ട് പ്രഖ്യാപിക്കുന്നു. തുടർന്നുണ്ടാകുന്ന ശേഷിപ്പിന് ഒരു നാമവും പുകഴ്ചയും ഉണ്ടാകുമെന്ന് പ്രവാചകൻ ശക്തമായി പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്ന ഈ ന്യായവിധിയിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്നു. എന്നാൽ യഥാർത്ഥ അനുതാപത്തോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഈ വിശുദ്ധ ദിവസത്തിൽ അടുത്തു ചെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യഹോവയുടെ ആ മഹാദിവസം ആസന്നമാണ് എന്ന പ്രത്യാശയോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.